ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രയാണത്തിൽ പശ്ചിമബംഗാളിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ നിരവധി റെയിൽവേ പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായും അയൽ രാജ്യങ്ങളുമായും ബിസിനസ് ബന്ധം സ്ഥാപിക്കാൻ പശ്ചിമബംഗാളിന് അനന്ത സാധ്യതകളുണ്ട്. ഇത് ലക്ഷ്യം വെച്ച് സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് വൻ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോവാപാർ മുതൽ ദക്ഷിണേശ്വർ വരെ ദീർഘിപ്പിച്ച മെട്രോപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 646 കോടി ചെലവിലാണ് 4.1 കിലോമീറ്റർ പാത ദീർഘിപ്പിച്ചത്. പശ്ചിമബംഗാൾ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം ത്വരിതപ്പെടുത്താൻ സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഹൂഗ്ലിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചിമബംഗാളിൽ ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. രാജ്യത്തെ കോവിഡ് പരിശോധനകൾ റെക്കോർഡിലെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതുവരെ 21.15 കോടി സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.20%. രോഗമുക്തി നിരക്ക് 97.22%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9,000-ലേറെ പേരാണ് രോഗമുക്തി നേടിയത്. ഇതിനകം 1,06,00,000-ലേറെ പേർ രോഗമുക്തി നേടി. നിലവിൽ 1,50,50,55 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ ഉള്ളത്. ഒരു ദിവസത്തിനിടെ 14,199 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 83 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണമടഞ്ഞവരുടെ എണ്ണം 1,56,000 ഇതുവരെ 1,11,16,854 പേർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിക്കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച 1,00,000 കോവിഡ്-19 വാക്സിനുകൾ ഇന്ത്യ മൌറീഷ്യസിന് കൈമാറി. നേരത്തെ ദ്വീപ് രാഷ്ട്രത്തിന് സമ്മാനിച്ച വാക്സിനുകളെ കൂടാതെയാണ് ഇത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മൌറീഷ്യസ് സന്ദർശനത്തിനിടെയാണ് വാക്സിനുകൾ കൈമാറിയത്. ഡോക്ടർ ജയശങ്കർ ഇന്ന് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി അലൻ ഗാനുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധവും തന്ത്രപ്രധാന മേഖലയിലെ സഹകരണവും ചർച്ചയായതായി ഡോക്ടർ ജയശങ്കർ ട്വീറ്റ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിന് $100 ദശലക്ഷം കരാറിൽ ഇരു രാജ്യവും ഒപ്പുവച്ചു. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പുരോഗതി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്ര, ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല തുടങ്ങിയവർ പങ്കെടുത്തു. ചില സംസ്ഥാനങ്ങളിൽ കോവിഡ്-19 കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. കേരളത്തിൽ ഇന്ന് 2,212 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. യുകെയിൽ നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചു. യുകെയിൽ നിന്നും വന്ന 88 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 72 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38,103 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.81 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണം കോവിഡ്-19 മൂലമാണ് എന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,105 ആയി. ഇന്ന് ഒരു പുതിയ ഹോട്ട്സ്പോട്ടാണ് ഉള്ളത്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 372 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകുന്ന അതിർത്തി റോഡുകൾ പലതും അടച്ച പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഒരു നിയന്ത്രണവും ഒരു സംസ്ഥാനവും ഏർപ്പെടുത്താൻ പാടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ മാർഗ്ഗനിർദ്ദേശത്തിന് എതിരാണ് അതിർത്തികൾ അടയ്ക്കുകയും കേരളത്തിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ തടയുകയും ചെയ്ത നടപടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. RT-PCR പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നവരെ മാത്രമേ കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന നിലപാടാണ് അതിർത്തികളിൽ കണ്ടത്. ഇക്കാര്യം സംസ്ഥാന പോലീസ് മേധാവി കർണാടക DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഈ നിബന്ധന ഒഴിവാക്കാം എന്നാണ് കർണാടക DGP ഉറപ്പു നൽകിയത്. പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് തുടർന്നും കർണാടക സർക്കാരുമായി ബന്ധപ്പെടും. ഇതിന് പുറമെയാണ് പ്രശ്നം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള തീരുമാനം. അവശ്യ സാധനങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്നവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ കർണാടക പോലീസിനോട് അഭ്യർത്ഥിച്ചു. കർണാടക പോലീസ് മേധാവി പ്രവീൺ സൂദിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. കർണാടക ആരോഗ്യമന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കർണാടക സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 646 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 199 പേരാണ്. 18 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3625 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു.
എല്ലാവരിലേക്കും വികസനം എത്തിച്ചു എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകതയെന്ന് കേന്ദ്രമന്ത്രി വി കെ സിംഗ്. എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയിലൂടെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂവെന്നും ജനറൽ വി കെ സിംഗ് പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ കണ്ണൂർ ജില്ലയിലെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, സി സദാനന്ദൻ എന്നിവരും സംബന്ധിച്ചു. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, ഇരിട്ടി, പാനൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് യാത്ര കണ്ണൂർ സ്റ്റേഡിയം കോർണറ്റിൽ എത്തിയത്. എൻസിപിയിൽ നേതൃമാറ്റം ഇല്ലെന്ന് ആവർത്തിച്ച് സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്റർ. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മാറിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് ഒരു വിഭാഗം നിലപാട് അറിയിച്ചു. അതേസമയം എൽഡിഎഫിനോട് 4 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എൻസിപി. ഈ മാസം 28-ന് കൊച്ചിയിൽ വീണ്ടും എൻസിപിയുടെ വിശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരും. മാണി സി കാപ്പൻ എംഎൽഎ നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള എന്ന പാർട്ടി രൂപീകരിച്ചു. മാണി സി കാപ്പൻ പാർട്ടിയുടെ പ്രസിഡന്റും ബാബു കാർത്തികേയൻ വർക്കിംഗ് പ്രസിഡന്റും ആകും. 11 ജില്ലാ പ്രസിഡന്റുമാരെയും പാർട്ടി പ്രഖ്യാപിച്ചു. യുഡിഎഫിനോട് ഘടകകക്ഷി ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാല ഉൾപ്പെടെ 3 സീറ്റ് യുഡിഎഫിനോട് ആവശ്യപ്പെടുമെന്നും അത് യുഡിഎഫ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കേരളത്തിൽ 2 കോടി തൊഴിലവസരങ്ങൾ കൂടി മാർച്ച് മാസത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഉണ്ണികൾക്കൊരു ഊട്ടുപുര മതിലകം പാപ്പിനിവട്ടം GLPS ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുപ്രകാരം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ലേബർ ബഡ്ജറ്റ് മൂലം 8 കോടി തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. നഗരങ്ങളെ കാർഷികവൽക്കരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ 5 വർഷമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. തൃശൂർ വിൽവട്ടം കൃഷിഭവനിലെ വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെ ആരോഗ്യകരമായി നിലനിർത്തി ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ ഉത്പാദന ചെലവ് കുറച്ച് വിള ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണവും ലഹരി വസ്തുക്കളും ഉൾപ്പെടെയുള്ള അനധികൃത സാധനങ്ങളുടെ കടത്തു തടയാൻ കേരളത്തിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധന നടത്താൻ തീരുമാനമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി EP ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായി നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ശേഷവും അനധികൃത പണം ഉൾപ്പെടെ വിതരണത്തിനെത്തിക്കാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിക്കുവാനും നിർദ്ദേശിച്ചു. ചെക്ക് പോസ്റ്റുകളിലെ ക്യാമറ നിരീക്ഷണം ശക്തിപ്പെടുത്തും. സംസ്ഥാനത്തെ വിവിധ ഗോഡൌണുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വകുപ്പ് മേധാവികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അതിർത്തി ജില്ലകളിലെ കളക്ടർമാരും കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഏജൻസി മേധാവികളും ചർച്ച നടത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കോവിഡ് നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരം തീരുമാനം ഉടനുണ്ടാകും. കളക്ടറുടെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി തൃശൂർ ജില്ലയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ച പറ്റാതെ തൃശൂർ പൂരം സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ഇന്ന് ചർച്ച നടത്തി. കളക്ടർ S ഷാനവാസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ചേംബറിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ, ആരോഗ്യ പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച നടന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നടത്താൻ കഴിയുന്ന ചടങ്ങുകളുടെ പട്ടിക ദേവസ്വം അധികൃതർ കളക്ടർക്ക് കൈമാറി. തൃശൂർ പൂരം അതിന്റെ എല്ലാ ആചാരങ്ങളും പാലിച്ചു നടത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും കളക്ടർ വാഗ്ദാനം നൽകി. പൂരത്തിനു മുൻപുള്ള ദിനങ്ങളിലെ കോവിഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ ഇളവുകൾ നിർദ്ദേശിക്കാൻ കഴിയൂവെന്ന് കളക്ടർ യോഗത്തിൽ അറിയിച്ചു. പൂരം എക്സിബിഷനും സാമ്പിൾ വെടിക്കെട്ടും ഒഴിവാക്കാൻ ഇരു ദേവസ്വങ്ങളും യോഗത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. അണിനിരത്താവുന്ന ആനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ ബുധനാഴ്ച ചേരുന്ന അടിയന്തര യോഗത്തിൽ സ്വീകരിക്കും. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ATK മോഹൻ ബഗാനെതിരെ 2 ഗോളുകൾക്ക് മുന്നിൽ. പോയിന്റ് പട്ടികയിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ. അതേസമയം 18 കളികളിൽ നിന്ന് 6 മത്സരങ്ങൾ വിജയിച്ച് 27 പോയിന്റുമായി പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. വിജയ് ഹസാരെ ട്രോഫി ഏകദിന മത്സരത്തിൽ കേരളത്തിന് തുടർച്ചയായ 2ാം ജയം. ഉത്തർപ്രദേശിനെതിരെ 3 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ ജയം. ഓപ്പണർ റോബിൻ ഉത്തപ്പയുടെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും ഇന്നിംഗ്സുകളുടെ കരുത്തിലാണ് കേരളം ജയിച്ചത്. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് നാളെ തിരിതെളിയും. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 80 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. നാളെ രാവിലെ 9 മണി മുതൽ ചലച്ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.